എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? പ്ലസ് സൈസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ തന്നെ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് പലരും മടിക്കും. കാരണം വണ്ണമുള്ളവർക്കാണ്, ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കാണ് നമുക്ക് കിട്ടാൻ പാടുള്ളത്, ഡ്രസ്സ് കിട്ടാൻ പാടുള്ളത്. അപ്പം ഞാൻ തന്നെ ഒരുപാട് കടകളിൽ കയറിയിട്ട് എനിക്ക് ഡ്രസ്സ് കിട്ടാതെ വന്നിട്ട് വിഷമിച്ച് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ മനസ്സിൽ കരുതി വണ്ണമുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഫംഗ്ഷനിൽ പോകണമെങ്കിൽ തന്നെയും നമ്മൾ പിന്നെ അത് ഡ്രസ്സ് തയ്ച്ച് പോകേണ്ടി വരും. കാരണം എൻ്റെ കസിൻസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കടയിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ സൈസിനുള്ളത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുക, നമുക്ക് സൈസിനുള്ളതൊന്നും കിട്ടി, നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡെയിലി വെയേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പുറത്തു പോകാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിന് കിട്ടാറില്ലായിരുന്നു. ഇപ്പം എനിക്കല്ലെങ്കിലും ഇന്ന് അമ്മയ്ക്കൊരു ചുരിദാർ വാങ്ങിക്കാൻ പോയാലും മോളുടെ സൈസിനാണോ, മോളുടെ സൈസിനോട് ഇല്ലെന്നേ പറയത്തുള്ളൂ. എനിക്കല്ല അമ്മയ്ക്കാണ് എന്നുള്ള രീതിയിൽ പറയും. നമ്മളുടെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ അവരെ സന്തോഷിച്ച് അവരെ ഹാപ്പി ആക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാതെ വണ്ണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരെ പുച്ഛിക്കുകയോ അവരെ കളിയാക്കി ചിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യമാണത്. അവർ കാണുമ്പോൾ ഒരു പുച്ഛമാണ്, വണ്ണമുള്ളവരെ കാണുമ്പം. ഷോപ്പുകാർ എല്ലാ ഷോപ്പിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മളിപ്പോൾ ശീലമായതുകൊണ്ട് പിന്നെ അതൊന്നും വലിയ വിഷയമാക്കത്തില്ല, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങ് പോരും, അത്രേ ഉള്ളൂ. അതെ, സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് ആയിട്ടൊക്കെ പോകുമ്പോഴും ഒക്കെ ഒരുപാട് ഇൻസൾട്ടിങ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളായി പോകുന്നു. എൻ്റെ അപ്പ എനിക്ക് സപ്പോർട്ടായിരുന്നു. കാരണം കളിയാക്കുന്നവരൊക്കെ അപ്പ നല്ല മറുപടി കൊടുക്കുമായിരുന്നു. കാരണം പപ്പ ഉള്ളിടത്തോളം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ പപ്പ എനിക്ക് ഒരുപാട് ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ഫേസ് ചെയ്യണം, ഏതൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പപ്പ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. ഏതെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്ക് പപ്പേനെ തന്നെയാണ് ഓർമ്മ. അതെ. കാരണം പപ്പയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോഴും ഇൻസൾട്ടിങ് സംഭവങ്ങളൊക്കെ വരുമ്പോഴും എൻ്റെ അപ്പനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പപ്പ ഉള്ളപ്പോൾ നമുക്ക് ടെൻഷനില്ല, അപ്പം നോക്കിക്കോളൂ എന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. അങ്ങനെ അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആ രീതി നടന്നോളാം. എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം എന്നുള്ള രീതിയിൽ. ഹലോ ആൻഡ് വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു യങ് ബിസിനസ് വുമൻ ആണ്, മീനാക്ഷി. നമ്മുടെ നാട്ടിൽ ഈ പ്ലസ് സൈസ് ആയിട്ടുള്ളവർക്ക്, തടി കൂടുതലുള്ളവർക്കൊക്കെ ഔട്ട്ഫിറ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് ഒരു പ്ലസ് സൈസ് സ്റ്റോർ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്ത മീനാക്ഷിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ഈ ഒരു ഐഡിയ ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? പ്ലസ് സൈസിന് വേണ്ടിയിട്ടൊരു സ്റ്റോർ തന്നെ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് പലരും മടിക്കും. കാരണം കസ്റ്റമേഴ്സ് വരും, അങ്ങനെ 100 സംശയങ്ങളായിരിക്കും. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്? കാരണം വണ്ണമുള്ളവർക്കാണ്, ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കാണ് നമുക്ക് കിട്ടാൻ പാടുള്ളത്, ഡ്രസ്സ് കിട്ടാൻ പാടുള്ളത്. അപ്പം ഞാൻ തന്നെ ഒരുപാട് കടകളിൽ കയറിയിട്ട് എനിക്ക് ഡ്രസ്സ് കിട്ടാതെ വന്നിട്ട് വിഷമിച്ച് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ മനസ്സിൽ കരുതി വണ്ണമുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരുപാട് ഷോപ്പിലൊക്കെ പോയിട്ട് ഈ വിഷമിച്ച ഔട്ട്ഫിറ്റ്സ് കറക്റ്റ് കിട്ടാതെ വിഷമിച്ച, അപ്പോൾ എന്നെ പോലെ മറ്റുള്ളവർ വിഷമിക്കരുത്, ആ ഒരു മോട്ടീവിൽ തുടങ്ങിയതാണല്ലേ? കാരണം ഞാൻ ഫസ്റ്റ് സാരി ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലസ് സൈസ് സെക്കൻഡ് കാറ്റഗറിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പഠിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു സാരി ആയിട്ടായിരുന്നു രംഗത്ത് വന്നത് ഓൺലൈനിൽ. അതിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്തപ്പം കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഓണത്തിനായിരുന്നു ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാനൊരു ഫ്രോക്ക് ഇട്ടിട്ടായിരുന്നു വീഡിയോ എടുത്തത്. അപ്പം കുറേ കസ്റ്റമേഴ്സ് എൻ്റെ ഫ്രോക്ക് കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും മീനാക്ഷി പോലെ നല്ല വണ്ണമുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സൊന്നും നിങ്ങൾക്ക് കിട്ടാറില്ല, അപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനൊരു കോസ്റ്റ്യൂം ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ജസ്റ്റ് സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവരോടൊന്നും പറയാൻ മറുപടിയില്ല, കാരണം നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്കത് വർക്കാവും എന്ന് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ പ്ലസ് സൈസുകാർക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റോറായിട്ട്, കാരണം ചിലവർക്ക് വന്ന് നോക്കാൻ
ഇപ്പം ഞാൻ ഫ്ലാറ്റിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവർക്കും ഫ്ലാറ്റിൽ വന്ന് നോക്കാൻ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് സ്റ്റോറായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. മീനാക്ഷി ആസ് എ പേഴ്സണിനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വീട് ഞാൻ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പത്തനംതിട്ട. ഞാൻ MBA കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് ഫാമിലിയായിട്ട് ബിസിനസ് ആണുള്ളത്. ഈ ഒരു മേഖലയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ആരും ഈ ഒരു ഡ്രസ്സിങ് മേഖലയിൽ വന്നിട്ടില്ല. അല്ല, നിങ്ങളുടെ ഇപ്പം പറഞ്ഞല്ലോ ഫാമിലിയിൽ അങ്ങനെ എല്ലാവരും ബിസിനസ്സാണ്. ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് ഫസ്റ്റായിട്ട് വരിക, എന്തുകൊണ്ടാണ് ഫാഷൻ ഇൻഡസ്ട്രി തന്നെ ചൂസ് ചെയ്തത്? ഫാഷൻ ഇൻഡസ്ട്രി ഞാൻ എൻ്റെ ആഗ്രഹം വേറൊരു ബിസിനസ്സായിരുന്നു. ഞാനും എൻ്റെ പപ്പയും കൂടെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ പപ്പ പെട്ടെന്നായിരുന്നു പപ്പ മരിച്ചു പോയത്. അപ്പം പപ്പ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നോട് ഒറ്റയ്ക്ക് ആ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് വരാമെന്ന് ചിന്തിച്ചത്. അല്ലാതെ ഈ ഫാഷൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഓരോ ഹാൻഡ് പിക്ക് ചെയ്ത് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വരാമെന്നല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഒരു ഇതായിട്ട് വന്നതല്ല. എനിക്ക് ആൾക്കാർക്ക് ഇങ്ങനെ നമ്മളൊരു ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരു പ്ലസ് സൈസ് വുമൻ എന്ന നിലയിൽ ഇപ്പോൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര ചെറുതായിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ എനിക്ക് ആ സമയത്ത് ഔട്ട്ഫിറ്റ്സ് കിട്ടാത്തതുകൊണ്ടുള്ളൊരു വിഷമം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആ ഓൺലൈൻ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഞാനാണോ അതിൻ്റെ കസ്റ്റമർ? അല്ല, മീനാക്ഷിയുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തുടങ്ങുന്ന മുന്നേ വരെ ഞാൻ തന്നെ ഞാനിങ്ങനെ ഒരുപാട് കടകൾ കയറുമായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നിനും ചിലപ്പം കൈ ലൂസായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ലൂസായിരിക്കും, നമ്മൾ ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു പെട്ടെന്ന് ഫംഗ്ഷനിൽ പോകണമെങ്കിൽ തന്നെയും നമ്മൾ പിന്നെ അത് ഡ്രസ്സ് തയ്ച്ച് പോകേണ്ടി വരും. കാരണം എൻ്റെ കസിൻസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കടയിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ സൈസിനുള്ളത് കിട്ടാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, നമുക്ക് സൈസിനുള്ളതൊന്നും കിട്ടി, നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡെയിലി വെയേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പുറത്ത് പോകാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിന് കിട്ടാറില്ലായിരുന്നു. ഒരുപാട് കടകളിൽ ഞാൻ പോയി, നമ്മൾ സൈസിന് ഒത്തത് കിട്ടാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ ടൈലറിങ്ങിന് അങ്ങനെ അളവെടുത്ത് തയ്പ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് കിട്ടാത്തതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ട്, അപ്പം ഭയങ്കര പൈസ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പൈസയൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞാൻ തന്നെ തുണിയെടുത്ത് തയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇതുപോലെ ഒരു ഐഡിയ തോന്നിയത്. എനിക്ക് പണ്ടോട്ടേ ഉണ്ടായിരുന്നു തുടങ്ങണമെന്നുള്ളത്. എനിക്ക് ഈ ഫാഷൻ ഫീൽഡിനെ പറ്റി, ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം സക്സസ് ആവും, എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് അത് മാറ്റി വെച്ചതായിരുന്നു. അപ്പം അങ്ങനെ ട്രയലായിട്ടാണ് ഞാനൊരു സാരിയായിട്ട് ഫസ്റ്റ് ഓൺലൈനിൽ വന്നത്, ചെയ്ത് നോക്കാം, അത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുമെന്നും തോന്നിയിട്ടാണ് സ്റ്റോറിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂരിനൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം എനിക്ക് ഒരുപാട് പേരുടെ മനസ്സിൽ അവർക്ക് ഇതുപോലൊരു പ്ലസ് സൈസ് വേണമെന്നുള്ള ഒരു ആഗ്രഹം അവിടെ എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് NRIs ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ കടയിൽ വന്ന് പർച്ചേസിങ്, ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം അവരൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന്. അത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആരും പ്രതീക്ഷിച്ചൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ആക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് കുറച്ച് റേറ്റിൽ എല്ലാം ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ഡ്രസ്സുകളെല്ലാം. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടിയതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ ഇട്ട് കിടന്നപ്പോൾ അവർക്കിത് ഇഷ്ടമായപ്പോൾ അവർ നമ്മൾ ക്വാളിറ്റിയിൽ എന്തായാലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ക്വാളിറ്റി പ്രൈസ് കൂടുതലാണെങ്കിലും അതിനകത്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പം അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും അഫോർഡബിൾ ആണല്ലോ. അതെ, ഈ പല പ്ലസ് സൈസ് ആയിട്ടുള്ളവരും തടിയുള്ളവരുടെ സൈഡിൽ നിന്ന് പലപ്പോഴും കേട്ടുള്ളതാണ്, ഈ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ തന്നെ ഈ സൈസിനുള്ളതില്ല എന്ന് ഒരു ഇൻസൾട്ടിങ് രീതിയിൽ പറയുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മളിപ്പം എനിക്കല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്കൊരു ചുരിദാർ വാങ്ങിക്കാൻ പോയാലും
മോളുടെ സൈസിനാണോ മോളുടെ സൈസിനോട് ഇല്ലെന്നേ പറയത്തുള്ളൂ. ഞാൻ എനിക്കല്ല അമ്മയ്ക്കാണ് എന്നുള്ള രീതിയിൽ പറയും. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ അവരങ്ങനെയൊക്കെയാണ്. കാരണം നമ്മളെ കാണുമ്പം അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യമാണ്. നമ്മളുടെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ അവരെ സന്തോഷിച്ച് അവരെ ഹാപ്പി ആക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തം. അല്ലാതെ വണ്ണം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരെ പുച്ഛിക്കുകയോ അവരെ കളിയാക്കി ചിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് എപ്പോഴും ഞാൻ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യമാണത്. പക്ഷെ പല ഷോപ്സിനും ഇപ്പോഴും അത് പാലിക്കുന്നില്ല തോന്നുന്നു. അതെ അതെ അതെ, അവര് കാണുമ്പോൾ ഒരു പുച്ഛമാണ്. വണ്ണമുള്ളവരെ കാണുമ്പം ഷോപ്പുകാർ എല്ലാ ഷോപ്പിലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പോയ ചില ഷോപ്പുകളിൽ ഇന്ന സൈസ് കിട്ടാറില്ല, മേഡത്തിന് കിട്ടാൻ പാടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതെ, മേ ബി ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ കാണുന്നവരാണെങ്കിലും കരുതും അതിപ്പോ ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ബട്ട് പറയുന്നതിന്റെ ഒരു ടോൺ ഉണ്ട് അല്ലേ? അതെ അതെ, അത് നമ്മളിപ്പോ ശീലമായതുകൊണ്ട് പിന്നെ അതൊന്നും വലിയ വിഷയമാക്കത്തില്ല. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങ് പോരും, അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റാഫിനോട് ആദ്യമേ തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോഴേ പറഞ്ഞൊരു മാറ്റർ ഇത് തന്നെയാണ്. അതെ അതെ അതെ, കാരണം കസ്റ്റമേഴ്സ് ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു വിഷമം ഫീൽ ആയാൽ നമുക്കത് വിഷമമാകും. കാരണം നമ്മളും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്. അപ്പം വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ, ഇപ്പം ചെറിയവരായാലും വലിയവരായാലും എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ പപ്പ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്, ഏത് ബിസിനസ്സുകളിലാണെങ്കിൽ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ എന്തൊരു സംരംഭം തുടങ്ങിയാലും നമ്മൾ എന്ത് ചെയ്താലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. അത് ആളുകളുടെ സൈഡിൽ നിന്ന് പോസിറ്റീവ് പറയുന്നവരും ഉണ്ടാവും, നമ്മളെ കണ്ണടച്ച പോലെ നെഗറ്റീവ് പറയുന്നവരും ഉണ്ടായിരിക്കും. ഈ രണ്ടും നേരിട്ടിട്ടുണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ്സും നേരിടണമല്ലോ. കാരണം എപ്പോഴും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നെഗറ്റീവ് ചെയ്യുന്നവരും ഉണ്ട്. ഞാനപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. അല്ലാത്തത് ഈ ചെവിക്കൂടെ കേട്ടാ ചെവിക്കൂടെ വീട് അങ്ങനെ. അതെ, നമ്മുടെ ഇപ്പോൾ ഈ ഇന്റർവ്യൂ കാണുന്നവരായാലും കൂടുതലും മേ ബി ഈ ഒരു പ്ലസ് സൈസ് ഔട്ട്ഫിറ്റ്സ് ആ ഒരു ലേബൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും കൂടുതലും കാണുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് ഈ പറയുന്ന പോലെ ബോഡി ഷെയ്മിങ് ഒക്കെ ആയിരിക്കും. മീനാക്ഷിയുടെ ലൈഫിൽ അത്തരം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കും ഇങ്ങനെ ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് ആയിട്ടൊക്കെ പോകുമ്പോഴും ഒക്കെ ഒരുപാട് ഇൻസൾട്ടിങ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളായി പോകുന്നു. എങ്ങനെയാ ഒരു സ്ട്രോങ്ങർ ലെവലിലോട്ട് എത്തിയത്? ലൈക്ക് പല ആളുകൾക്കും അങ്ങനെ ആ ഒരു സ്ട്രോങ് ആയിട്ട് നേരിടാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ലൈക്ക് എങ്ങനെയാണ് അത്രയും? എൻ്റെ അപ്പ എനിക്ക് സപ്പോർട്ടായിരുന്നു. കാരണം കളിയാക്കുന്നവരൊക്കെ പപ്പ നല്ല മറുപടി കൊടുക്കുമായിരുന്നു. കാരണം പപ്പ ഉള്ളിടത്തോളം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം പപ്പ എനിക്ക് ഒരുപാട് ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ഫേസ് ചെയ്യണം, ഏതൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പപ്പ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. പിന്നെ വണ്ണമുള്ളവരെ പൊതുവെ ഒരു പുച്ഛഭാവത്തോടാണ് സമൂഹം കാണുന്നതെന്നാണ് ഇപ്പം എനിക്ക് കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പം കുറേ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളൊക്കെ വണ്ണമുള്ളവരെ കാണുമ്പം എന്തോ ഒരു സംഭവം പോലെയാണ് അവർ കാണുന്നത്. അത് ആദ്യമൊക്കെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പപ്പ ഇങ്ങനെ പറഞ്ഞു അതൊന്നും സാരാക്കേണ്ട കാര്യമില്ല, നീ നിൻ്റെ കഴിവിനെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ അപ്പം പറയാറുള്ളൂ. അത് ചിലവർ ചിരിക്കും, ചിലവർ സപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ആരെയും കണ്ടിട്ടല്ല ഇത് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന് അപ്പം എപ്പോഴും പറയാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ആര് കളിയാക്കിയാലും അത് വിഷയമാക്കാറില്ല. അതെ, പപ്പ തന്ന ധൈര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അല്ലേ? ഇപ്പോഴും അത് തന്നെയാണ്. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവാം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്ക് പപ്പേനെ തന്നെയാണ് ഓർമ്മ. അതെ, കാരണം പപ്പയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോഴും ഇൻസൾട്ടിങ് സംഭവങ്ങളൊക്കെ വരുമ്പോഴും എൻ്റെ അപ്പനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പപ്പ ഉള്ളപ്പോൾ നമുക്ക് ടെൻഷനില്ല, അപ്പം നോക്കിക്കോളൂ എന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. അങ്ങനെ ഈ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് എൻ്റെ പപ്പയുണ്ട്, ആ ഒരു റിയലൈസേഷൻ വന്ന ആ ഒരു ഇൻസിഡന്റ് ഏതായിരുന്നു? പപ്പ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സിൽ പോകുമ്പം ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് എന്നെ കയറ്റാതൊക്കെ പോകാറുണ്ടായിരുന്നു. ബസ്സിൽ കയറ്റില്ല വണ്ണം ഉള്ളതുകൊണ്ട്. കാരണം ആ നിൽക്കുന്ന സ്ഥാനത്ത് 4 പേർക്ക് നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഇതല്ലേ കൺസെഷൻ ഇതുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പപ്പ അവിടെ വന്നു, ബസ്സുകാരായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞു,
പിന്നെ പപ്പയായിരുന്നു എന്നെ നീ ബസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പയായിരുന്നു എന്നെ ഡിഗ്രി വരെയും പപ്പ എന്നെ ബസ്സിൽ കയറ്റിയിട്ടില്ല. അതുവരെ കയറിയില്ല? നീ ബസ്സിൽ കയറേണ്ട എന്ന് പറഞ്ഞു പപ്പ എന്നെ കൊണ്ടുവിട്ടു. പിന്നെ ഡിഗ്രിയൊക്കെ ഞാൻ കാറയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ബസ്സിൽ അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിൽ കയറിയിട്ടില്ല. പിന്നെ കോയമ്പത്തൂർ ഡിഗ്രിക്ക് പുറത്ത് പോയി പഠിക്കുമ്പോൾ മാത്രമല്ലാതെ ഞാൻ അങ്ങനെ ബസ്സിൽ കയറിയിട്ടില്ല. അതെ, അത് ശരിക്കും ഇപ്പോൾ ഒരു ട്രോമ ആയിരിക്കും അല്ലേ ബസ്സിൽ കയറുന്ന സമയത്ത് ഈ ഒരു ഇൻസിഡന്റ്? അങ്ങനെ ഉണ്ടായി. അത് പപ്പ കൂടെ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെറിയ പ്രായമാണ്. ആ സമയത്ത് ഇപ്പം എല്ലാവരും കണ്ട് നമുക്ക് മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു അത് പപ്പ ഭയങ്കര സപ്പോർട്ട്. അതാണ് എനിക്ക് അതുകൊണ്ട് പപ്പ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമുക്ക് നല്ലൊരു ധൈര്യം തരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ. അതുപോലെ ഇപ്പം ഞാനും ഇപ്പോൾ വണ്ണം ഉള്ള ഒരാളാണ്. എനിക്കായാലും നമുക്ക് കമ്പാരിറ്റീവ്ലി ഫീൽ ചെയ്യുന്നത് നമുക്കൊരു ഫാമിലി ഫങ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴേക്കും മറ്റുള്ള കാര്യങ്ങൾ കൂടാതെ എപ്പോഴും അറ്റ് ലാസ്റ്റ് എൻഡിൽ നമ്മുടെ തടിയായിരിക്കും മേ ബി ഒരു വിഷയമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ റിലേറ്റീവ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. പലരും ചിലപ്പം ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചിലപ്പോൾ തമാശയ്ക്ക് പോലും പറയുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ അതൊക്കെ നമുക്ക് ഹേർട്ടാവും. റിയാക്ട് ചെയ്യാറുണ്ടോ അങ്ങനെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് പറയുന്നവരെ? ഞാൻ ചെയ്യാറുണ്ട്. ഫേസ് ടു ഫേസ് പറയുന്നവരോട് ഞാൻ കാര്യം പറയും. പിന്നെ റിലേറ്റീവ്സ് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വണ്ണമുള്ള ആൾക്കാരാണ്. അങ്ങനെ വണ്ണം ഇല്ലാത്തവരായിട്ട് അങ്ങനെ വലിയ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. എന്നാലും പറയുമ്പോൾ തന്നെയും നമ്മളത് പറയും. അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആ രീതി നടന്നോളാം. എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആണ് ആർക്കാ പ്രശ്നം എന്നുള്ള രീതിയിൽ പപ്പ എന്നുള്ളത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നല്ല ചുട്ട മറുപടി കൊടുത്തൊരു ഇൻസിഡന്റ് ഏതായിരുന്നു? ചുറ്റ മറുപടി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വണ്ണമൊക്കെ അല്ലേ, കല്യാണം കിട്ടാൻ പാടല്ലേ, അപ്പോൾ ഒരുപാട് നമ്മൾ ഡൗറി കൊടുക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾ വന്നാൽ മതി, അല്ലാതെ എൻ്റെ ഡൗറി കണ്ടിട്ടോ എൻ്റെ ഇത് പണം കണ്ടിട്ടോ ഒന്നും ആൾക്കാർ വരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം നമ്മളിപ്പം പൈസ തീർന്നു പോയാൽ ഈ പുള്ളിയുടെ കൂടെയല്ലേ ജീവിക്കണ്ടേ. അതെ, നമ്മൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് കണ്ടിട്ടുണ്ടല്ലോ. ഡൗറി കൊടുത്തതിന് ശേഷം പിന്നീട് പെൺകുട്ടികൾ തന്നെ സൂയിസൈഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണുന്നതുമാണല്ലോ. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എപ്പോഴെങ്കിലും വരും, എന്നാൽ മാത്രമേ അങ്ങനെയുള്ളത് മാത്രം നോക്കുന്നുള്ളൂ. അതിനായിട്ട് നീ വണ്ണം കുറച്ച്, ഇപ്പം വണ്ണം കുറച്ചെന്ന് പറഞ്ഞാലും പകുതി ആൾക്കാരും പൈസ കണ്ടിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ശരിക്കും സ്നേഹിച്ച് വരുന്ന ആൾക്കാർ കുറവാണെന്നാണ് എൻ്റെ തോന്നൽ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ എത്ര റിയാക്ട് ചെയ്താലും ചില കമൻസ്, ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒക്കെ വരുന്ന ചില കമൻസ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അത്തരം ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കമൻസ് ഏതെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ കമൻസ് എനിക്കറിയാം കമൻസ് വരും കാണും, അതുകൊണ്ട് ഞാൻ കമൻസ് അങ്ങനെ നോക്കാറില്ല. കാരണം കമൻസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഭയങ്കര വിഷമമായിരിക്കും. നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് നമ്മളെ വിഷമിക്കണം എന്ന് വിചാരിച്ച് ഇടുന്നവരാണ് അതുപോലത്തെ കമൻസ് ഇടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കമന്റ്സ് ഒന്നും അധികം നോക്കാറേ ഇല്ല. നമ്മൾ പേഴ്സണലി അറിയത്തില്ലെങ്കിൽ പോലും വെറുതെ നമ്മളോട് വെറുപ്പ് കാണിക്കുന്ന ആൾക്കാർ കാണും. കാരണം അവർക്ക് എന്തോ അവരുടെ ഒറിജിനൽ ഐഡിയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല, ഫേക്ക് ഐഡിയിലായിരിക്കാം. പക്ഷെ അവർക്ക് എന്തോ ഇങ്ങനെ പറയുന്ന അവർക്ക് സന്തോഷമായിരിക്കാം. അത് നമ്മൾ ആ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളൊന്നും പറയാൻ പോകത്തില്ല. അങ്ങനെ അവർ പറഞ്ഞോട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം കൂടുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ഇനാഗുറേഷന് വന്നത് ഹണി റോസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം ഇൻസ്റ്റഗ്രാം ഫുള്ള് ഈ ഇനാഗുറേഷൻ്റെ വീഡിയോസ് ഒക്കെ ആയിരുന്നു. വൈ ഹണി റോസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്തുകൊണ്ടായിരിക്കും? ലൈക്ക് ജസ്റ്റ് ഫോർ എ പബ്ലിസിറ്റി ആണോ, അതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബോഡി ഷെയ്മിങ് ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ് ഹണി റോസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹണി റോസിനെ ചൂസ് ചെയ്തത്? ഹണി റോസ് മാമിനെ എനിക്കറിയായിരുന്നു. കാരണം ഞങ്ങൾ ജിമ്മിൽ പോയപ്പം അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് മാമിനെ അറിയാം. അപ്പം ഇങ്ങനെ ഇനോഗ്രേഷൻ വേണമെന്ന് വിചാരിച്ചപ്പം എനിക്ക് മനസ്സിലോട് ഓടി വന്നതും ഹണി റോസിനെ ആയിരുന്നു. കാരണം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മാം ഒരുപാട് ഇൻസൾട്ടിങ് അനുഭവിച്ച് വന്ന ഒരാളാണ്. അപ്പം ആ ആളെ തന്നെ എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഷോപ്പ് അങ്ങനെ പ്ലസ് സൈസിന് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ മാം ആണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം വേറൊരാൾ എനിക്ക് മനസ്സിലേക്ക് അങ്ങനെ വന്നില്ല. കാരണം ഒരുപാട് ഇൻസൾട്ടിങ് അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട്. പിന്നെ പബ്ലിസിറ്റി അതിപ്പോൾ ഹണി റോസിനെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും പബ്ലിസിറ്റി കിട്ടും. പക്ഷെ അതിലും ഇത് മാം ചെയ്ത് കഴിഞ്ഞാൽ
എനിക്കതൊരു ഒരു ഇഷ്ടമായിരുന്നു. കാരണം ഞാനും അതുപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അനുഭവിച്ച ഒരാൾ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പം അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. പബ്ലിസിറ്റി വേറെ, പക്ഷെ ഇതാണ് എൻ്റെ മെയിൻ. അതെ, ഇത് നമ്മുടെ ഷോപ്പിൽ ഇപ്പം യൂഷ്വലി നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂഷ്വലി കണ്ടുവരുന്നത് XXL 3XL വരെയൊക്കെ ആയിരിക്കും. പിന്നെ ചില പ്ലസ് സൈസ് ഉണ്ടെന്ന് പറഞ്ഞാലും കൂടി പോയാൽ ഒരു 4, 5, 6 അത്രയൊക്കെ ഉള്ളൂ കാണുള്ളൂ. 6, 7 ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1, 2 പീസസ് ഒക്കെ കാണുള്ളൂ. നമ്മുടെ ഷോപ്പിൽ എങ്ങനെയാണ്? ലൈക്ക് ഇപ്പോഴും ആളുകൾക്ക് ഡൗട്ട് കാണും, എത്ര മുതലായിരിക്കും സൈസസ് ഉള്ളത്? ഈ പറഞ്ഞ പോലെ 5, 6 ഒക്കെ ഉള്ളോ? എങ്ങനെയാണ് സൈസസ്? നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് XL മുതൽ 12XL വരെയുള്ള സൈസുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൈസാണ് ഇപ്പോൾ നമ്മൾ കാറ്റഗറി ഉള്ളത്. ഇനി അതിൽ മേലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. XL മുതൽ 12XL വരെയുള്ള സൈസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീഡിയം ആണ്. ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സ് നമുക്ക് ഇതുവരെ വന്നില്ലായിരുന്നു. പക്ഷെ ഷോപ്പ് ഇട്ടപ്പം കുറേ പേര് കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നായിരുന്നു. അപ്പം നമ്മളെ ഇരിക്കുന്ന മൊത്തം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയോ നമുക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത്തരം ക്വാളിറ്റിയും തുണിക്കൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ്. അപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസും ഡെയിലി വെയേഴ്സ് ഉള്ളതും പാർട്ടി വെയേഴ്സ് ആണെങ്കിലും കൊണ്ടുവരാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 2 വീക്സിനുള്ളിലേക്ക് റെഡിയാവും. അപ്പോഴേക്കായിരിക്കും വരുന്നത്. പലപ്പോഴും നമ്മൾ ഈ പല പ്ലസ് സൈസ്, ഇപ്പൊ യൂഷ്വലി സ്മോൾ സൈസസിനേക്കാളും അത്യാവശ്യം നല്ല വേരിയന്റ് ആയിരിക്കും സൈസസ്, പ്ലസ് സൈസസിന്റെ റേറ്റ്സ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും പ്ലസ് സൈസസിന് മാത്രം ഇത്രയും റേറ്റ് വരാനായിട്ടുള്ള കാര്യം? കാരണം XL മുതൽ ഒരു 3XL വരെയൊക്കെ ഏകദേശം സെയിം അളവിൽ തന്നെ നമുക്ക് തുണി വെച്ചിട്ട് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ 3XL മുതൽ അങ്ങോട്ട് മേലോട്ട് പോകുമ്പോൾ തുണിക്ക് ലെങ്ത് കൂടുതലാണ് വേണ്ടി വരുന്നത്. അപ്പം അതിനനുസരിച്ച് റേറ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചാർജും കൂടും. ആ ഒരു മെയിൻ കാര്യം കൊണ്ടാണ് റേറ്റ് കൂടുന്നത്. പിന്നെ ഫാബ്രിക്കിലും വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്ക് ഒത്തിരി തുണി വേണമല്ലോ. ഇപ്പം XL അതായത് ഇപ്പം XL മുതൽ 3XL വരെ നമുക്ക് ഒരു ഏകദേശം ആ ഒരു സൈസിൽ നമുക്ക് തുണി വെച്ച് ചെയ്യാൻ പറ്റും. 3XL തൊട്ട് മേലോട്ട് പോകുമ്പം നമുക്ക് തുണിയുടെ ലെങ്തിനും സൈസിനും ഒക്കെ ഡിഫറൻസ് വരും. അങ്ങനെ വരുമ്പം നമുക്ക് വെട്ടുന്ന ടൈലറിങ്ങിനും എല്ലാം വ്യത്യാസം വരും. അങ്ങനെയാണ് കൂടുതലും അതിലേക്ക് പോകുമ്പം പ്രൈസ് കൂടുന്നത്. നമുക്ക് അത്ര തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാനും പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ്. മറ്റേ എക്സ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ഒക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം അത്ര തുണിയും അത്രയും സ്റ്റിച്ചിങ് ചാർജേ വരുന്നുള്ളൂ. അതിന് മേലോട്ട് വരുമ്പോഴാണ് സ്റ്റിച്ചിങ് ചാർജ് നല്ല രീതി. ഇപ്പം ഒരു സാധാരണ ഒരു കടയിൽ പോയാലും ഒരു സ്റ്റിച്ചിങ് ചാർജ് അങ്ങനെ പറയാറുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു പ്ലസ് സൈസ് ബോട്ടിക്ക് അല്ലെങ്കിൽ പ്ലസ് സൈസിൻ്റെ ആയിട്ടുള്ള എന്ത് സംരംഭം തുടങ്ങിയാലും ലൈക്ക് എന്ത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്താലും ഒക്കെ ബോഡി പോസിറ്റിവിറ്റി ആണല്ലോ നമ്മുടെ എയിം. ലൈക്ക് അങ്ങനെ കാണിക്കുമ്പോഴേക്ക് കുറച്ച് ആളുകളെങ്കിലും വന്നിട്ട് ഈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അത്തരം കമൻസ് വരാറുണ്ട്. അത് എഗ്രി ചെയ്യുന്നുണ്ടോ? അൺഹെൽത്തി പ്രൊഡക്ട്സിനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിന് വണ്ണോട് എല്ലാവരും അൺഹെൽത്തി ആവണമെന്നില്ലല്ലോ. വണ്ണം ചിലപ്പോൾ ചിലർ വണ്ണമുള്ളവർ അൺഹെൽത്തി ആവാം, ചില അൺഹെൽത്തി അല്ലാതെ ആവാം. അങ്ങനെ ഒരു വണ്ണമുള്ളവരെല്ലാവരും അൺഹെൽത്തി ആണെന്നുള്ള രീതിയിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വണ്ണില്ലാത്തവർക്കും അൺഹെൽത്തി ആയിട്ടുള്ളവരില്ലേ? ഉണ്ട്. വണ്ണമുള്ളവരെ മാത്രം അവർക്ക് മാത്രമാണ് അൺഹെൽത്തി എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു സദസ്സിലോട്ട് പോവുക, ഒരു 10 പേരുണ്ടെങ്കിൽ മേ ബി അതിൽ വണ്ണമുള്ള ഏറ്റവും തടിയുള്ള ആളോടായിരിക്കും കൂടുതൽ പേരും ചെന്ന് ഡയറ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാകും അല്ലെ, അത്തരം കാര്യങ്ങൾ. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്, വണ്ണമുള്ളവർക്കാണ് അസുഖം, വണ്ണമില്ലാത്തവർക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു രീതിയാണ് മനസ്സിൽ അവർ കരുതിയിരിക്കുന്നത്. എത്രയോ പേർക്ക് വണ്ണമുള്ളവർ ഹെൽത്തി ആയിട്ടുള്ളവരുണ്ട്, വണ്ണം ഇല്ലാത്തവരും അൺഹെൽത്തി ആയിട്ടുള്ളവരും ഉണ്ട്. പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോള് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളവരും ഉണ്ട്, വണ്ണം തീരെ മെലിഞ്ഞ ആൾക്കാർക്ക് പോലും. അപ്പൊ എന്താ അവരെ ആരും ഒന്നും പറയാത്തെ? അവർക്ക് വണ്ണം ഇല്ലല്ലോ. അതെ, വണ്ണമുള്ളവരെ മാത്രം ടാർഗറ്റ് പണ്ട് തൊട്ടേ ഉള്ള ഒരു സിസ്റ്റമാണ്. വണ്ണമുള്ളവർക്കാണ് അസുഖം, വണ്ണമുള്ളവരാണ് അൺഹെൽത്തി എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇതുപോലെ കുറെ ഡയറ്റ് പ്ലാൻസ് ആയിട്ട് ഒരുപാട് പേര് വരുമല്ലോ, അത് ട്രൈ ചെയ്യാതൊക്കെ പറഞ്ഞു വരും. അതെ, എപ്പോഴെങ്കിലും ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്? എനിക്ക് വണ്ണം കുറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചി വന്നത് തന്നെ. ഓക്കെ.
പക്ഷെ അങ്ങനെ വന്നപ്പം ആണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വേണമെന്നൊരു ചിന്തയെ വന്ന് ഇവിടെ അങ്ങ് സെറ്റിലായത്. ഓക്കെ, ഇവിടെ വന്നിട്ട് പിന്നെ ലൈക്ക് അതിന് സ്റ്റാർട്ട് ചെയ്തിരുന്നോ വെയിറ്റ് ലോസിന്? വെയിറ്റ് ലോസിന് സൈഡ് ചെയ്തായിരുന്നു. അപ്പം ഒരു 10-11 കിലോയോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പുറകിലോട്ട് പോയി. അല്ല, അത്രയും ഒരു 11 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത്രയും കുറച്ചിട്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും അതിൽ നിന്ന് മാറിയത്? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഒരുപാട് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോകണം. എന്നാലും മാത്രമേ നമുക്ക് അത് കുറച്ചും കൂടെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഐ മീൻ വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, സെൽഫായിട്ട് അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ? അതോ എനിക്ക് ഇങ്ങനെ തന്നെ മതി, അങ്ങനെയാണോ ഇഷ്ടം? അങ്ങനെ എനിക്ക് ഇപ്പം തൽക്കാലം എനിക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ വണ്ണം കുറയ്ക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പം എനിക്കില്ല. ഇനിയും ഭാവി വന്നാൽ വണ്ണം കുറയ്ക്കണമെന്നും ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ബട്ട് എന്താണെങ്കിലും ലൈക്ക് നമ്മളെ ലവ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്. ബട്ട് പലർക്കും ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്താണ് വേണ്ടത്? നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും. കാരണം ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഡൗൺ ആയി പോവാതെ നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ആൾക്കാർ, ഇപ്പം ഞാൻ ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ മുന്നിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവർ എന്നെ ഇൻസൾട്ട് ചെയ്ത വഴിയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ആ ഒരു തോട്ട് വന്ന് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വന്ന് ഞാൻ എത്തിയത്. റിയൽ ലൈഫിലും ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെ. ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് തന്നെ വന്ന ആളാണോ? അതെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പപ്പ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് ദൈവത്തെ വിശ്വസിച്ചിട്ട് വേണം, പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. ആ കാര്യം അവിടെ സക്സസ് ആയി മാറും എന്ന് പറയാൻ ഒരു തടസ്സം നമുക്ക് ഉണ്ടാവത്തില്ല എന്ന് പപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പ്ലസ് സൈസ് മാത്രമാണോ, അതോ അല്ലാത്ത ആളുകളും ഇതുപോലെ ഔട്ട്ഫിറ്റ്സ് കണ്ടിട്ട് കസ്റ്റമൈസേഷന് വേണ്ടി വരാറുണ്ടോ? ഇല്ല, നമുക്ക് വന്നേക്കുന്നെല്ലാം പ്ലസ് സൈസ് മാത്രമാണ്. അല്ലാത്ത ആൾക്കാർ സാരി അങ്ങനെയൊക്കെ വാങ്ങിക്കാനേ വന്നിട്ടുള്ളൂ. ബ്യൂട്ടി പേജൻസിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റാമ്പ് വോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ലൈക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഒരുപാട് പേജൻസ് ആയിട്ട് ലൈക്ക് വർക്ക്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണോ പ്ലാൻ? അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും. അങ്ങനെ ഓപ്ഷൻസ് വരുവാണെങ്കിൽ നമ്മളിത് പോയി. ഇപ്പം ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷോപ്പ് ഇട്ടോണ്ട്. നേരത്തെ ഓൺലൈനിലാകുമ്പോൾ നമുക്ക് അത്ര വലിയ തലവേദന ഇല്ലായിരുന്നു. ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ നല്ലത് വന്നാൽ ചെയ്യും. അതെ, നമ്മുടെ ഒരു നാട്ടിൽ ഈ ബിസിനസ്, അതും യങ്ങർ ഏജിലൊക്കെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആഗ്രഹം കാണും. 100 ബിസിനസ് പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാതെ പോകുന്നവരാണ് കൂടുതലും. ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അത് അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ? അതെ, കാരണം നമ്മൾ ഫസ്റ്റ് ഒന്നും അറിയാതെ ചാടിക്കേറി ഇന്നാൾ തുടങ്ങിയതുപോലെ ഞാനും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാതെ നമ്മളെങ്ങനെ അത് പറ്റുമോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ഇതിനു വേണ്ടി ഒരുപാട് നമ്മൾ മുടക്കുമുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ആ ബഡ്ജറ്റിനുള്ളിൽ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. എന്നിട്ട് പിന്നെ ബിസിനസ്സിൽ എപ്പോഴും സക്സസ് മാത്രമല്ല ഫെയിലറും ഉണ്ടാവാം. എല്ലാം നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. കാരണം ഇപ്പം ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ആരും വരുന്നില്ലായിരുന്നു. റിലേറ്റീവ്സ് അല്ലാതെ വേറെ ആരും അങ്ങനെ ഒന്നും പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു. അതില്ലായിരുന്നു. പിന്നെ ഞാൻ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം. എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആൾക്കാർ കാണണം. അപ്പം അങ്ങനെ എക്സിബിഷൻസിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയത് തന്നെ. അല്ലാതെ നമ്മൾ അതെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഇതാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് കൺസെൻ്റായിട്ട് കസ്റ്റമേഴ്സ് വേണമെന്ന് നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഇതുപോലെ എക്സിബിഷനുകളിൽ ചെറിയ ഈവെൻറ്റുകളിലൊക്കെ പോയി നമ്മൾ സ്റ്റോൾ ഇട്ടാൽ മാത്രമേ ആൾക്കാരിലെത്തി നമ്മൾ സംസാരിച്ച ആൾക്കാർ ഇന്ന് ഓൺലൈനിലൊക്കെ നമ്മൾ കസ്റ്റമേഴ്സോട് അങ്ങനെ ഇരുന്ന് സംസാരിച്ച് അവരെ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞ് നമ്മൾ ഇരുത്തി ചെയ്യുന്നില്ല. സോ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ കസ്റ്റമറെ കണ്ട് സംസാരിച്ച് അവരെ ആ രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. എല്ലാത്തിനും വെറൈറ്റി ആയിട്ടുള്ള ആ വെറൈറ്റി ചെയ്യുന്ന സക്സസ് ആവും എന്നുള്ള നമുക്ക് ഒരു വിശ്വാസം വേണം. എന്നാൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവും ഏത് കാര്യമാണെങ്കിലും. ആവും. ഒരു ചെറിയൊരു റാപ്പിഡ് ഫയറിലോട്ട് പോയാലോ? പെട്ടെന്ന് പറഞ്ഞാൽ മതി, ദിസ് ഓർ ദാറ്റ് പോലെ. ഓക്കെ. സാരി ഓർ വെസ്റ്റേൺ? സാരി. സാരി. വൈ? എനിക്ക് സാരി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഉടുക്കാൻ അറിയാത്തോണ്ടാണ് ഞാൻ സാരി ഉടുക്കാത്തത്. സാരി ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ഓർ ബ്രൈറ്റ് കളേഴ്സ്? ബ്ലാക്ക്. എന്തുകൊണ്ടായിരിക്കും ബ്ലാക്ക് ചൂസ് ചെയ്യുന്നത്? ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ല കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യും ബ്ലാക്കിൽ എനിക്ക്. എല്ലാവരും പറയാറുണ്ട് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ട്രിംഡ് ലുക്കും തോന്നും. പക്ഷെ നമുക്കത് ഇടുമ്പോൾ ഒരു എന്താ അറിയത്തില്ല, ഒരു കോൺഫിഡൻറ്റ് കോൺഫിഡൻസ് വരും. ഓക്കെ. കംഫർട്ട് ഓർ ഫാഷൻ? കംഫർട്ട് നോക്കിയിട്ടാണോ ഫാഷൻ നോക്കിയിട്ടാണോ ഡ്രസ്സ് ചെയ്യാറ്? കംഫർട്ട് നോക്കിയിട്ടാണ്. കംഫർട്ടും നോക്കും, ഫാഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ. ഫേവറേറ്റ് ആക്ട്രസ് സ്റ്റൈൽ? ഏത് ആക്ട്രസിന്റെ സ്റ്റൈലായിരിക്കും കൂടുതൽ ഇഷ്ടം? ആക്ട്രസ് പ്ലസ് സൈസ് ആണോ അതോ എന്തായാലും പ്ലസ് സൈസിന്റെ ആണെങ്കിലും ഏത് പറയായിരിക്കും? അനുഷ്കയുടെ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു ക്യാരി ചെയ്യുന്ന സ്റ്റൈല്. ഓക്കെ. ഫേവറേറ്റ് കളർ? ബ്ലാക്ക് തന്നെയാണ് എല്ലാത്തിലും ഫേവറേറ്റ്. ബിഗസ്റ്റ് ഇൻസെക്യൂരിറ്റി? ഇപ്പം എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ എനിക്ക് ആംഫാറ്റ് ഒരു ഇൻസെക്യൂരിറ്റിയാ. ചിലർക്ക് ഹെയർ ആയിരിക്കും, അങ്ങനെ. എനിക്ക് സ്റ്റൊമക്ക് ആണ് വലിയ ഇൻസെക്യൂരിറ്റി. ഓക്കെ. ബിഗസ്റ്റ് സ്ട്രെങ്ത്? എൻ്റെ പപ്പ. എപ്പോഴും അതാണല്ലോ പറയുന്നത്. എൻ്റെ പപ്പയാണ് എൻ്റെ സ്ട്രെങ്ത്. എവിടെ പോയാലും അത് പറയും. കാരണം പപ്പ എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പം എനിക്കൊരു അമ്മയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രെങ്ത് പപ്പയായിരുന്നു. പപ്പ പോയതോടെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പപ്പ തന്ന ട്രെയിനിലൂടെ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പപ്പയുടെ പേരെന്താ? ജയമോൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ശരിക്കുള്ള പേര് PP മാത്യു. അമ്മ? ജെസ്സി. ഓക്കെ. അവരൊക്കെ ഇപ്പൊ നാട്ടിലാണ്. പപ്പ മരിച്ചുപോയി, അമ്മയൊക്കെ നാട്ടിലാണ്. ഓക്കെ. ലാസ്റ്റ് ആയിട്ട്, 1 word to describe yourself. മീനാക്ഷിയെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഞാനെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുന്ന, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. എന്ത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. അത് ഞാൻ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് എന്ന് പറയാം അല്ലേ? കോൺഫിഡൻറ്റ് വുമൻ. അതെ. അപ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റട്ടെ. അതുപോലെ ഈ ഒരു പ്ലസ് സൈസ് സ്റ്റോറ് കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുക, എലാബറേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റട്ടെ. സ്വന്തമായിട്ടൊരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? മീനാക്ഷി എന്ന് പറയുന്നത് എൻ്റെ പേരാണ്. ഔട്ട്ഫിറ്റ്സും ഇതുപോലെ ഈ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ സാരീസും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ നല്ലൊരു പാർട്ടി വിയർ ഒക്കെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്തെടുക്കാം. പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ പോയി എടുക്കാനൊരു സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇനി വരാനായിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.